ബിഗ് ബോസിന്റെ 8ാം സീസൺ തുടങ്ങാനിരിക്കുകയാണ്. ഇത്തവണ ഓണത്തിന് മുൻപ് തന്നെ ബിഗ് ബോസ് നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും എല്ലാ പ്രാവശ്യവും ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുൻപ് തന്നെ ബിഗ് ബോസിൽ ആരൊക്കെയായിരിക്കും പങ്കെടുക്കുക എന്നതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ എത്തിയത് സീരിയൽ താരങ്ങളായിരുന്നു. കഴിഞ്ഞ തവണ സീരിയൽ താരങ്ങളായിരുന്നെങ്കിൽ അതിന് മുൻപത്തേതിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ തവണയും നമുക്കറിയാം ഇന്ന സീരിയൽ താരങ്ങൾ ഉണ്ടായിരിക്കാം, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരിക്കാം, ക്രിയേറ്റേഴ്സ് ഉണ്ടായിരിക്കാം, ട്രാൻസ് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരിക്കാം, അങ്ങനെ പൊളിറ്റീഷ്യൻസ്, അങ്ങനെയുള്ളവരൊക്കെ ഈ സിനിമ സീരിയൽ ഫീൽഡിലുള്ള പലരും ബിഗ് ബോസിൽ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഒരു വലിയ വിശദമായ റിപ്പോർട്ട് തന്നെ പുറത്തു വരാറുണ്ട്. ഒരു 80% ഈ റിപ്പോർട്ട് അനുസരിച്ച് തന്നെയായിരിക്കും ബിഗ് ബോസിൽ ഈ മത്സരാർത്ഥികൾ എത്തുന്നത്. ഇത്തവണ എത്തുന്ന മത്സരാർത്ഥികളുടെ പൂർണ്ണമായ ഒരു ലിസ്റ്റ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി അറക്കൽ, നൂറൻ ഷെരീഫ്, മണവാളൻ, ഐശ്വര്യ റംസായി, മെഹർ ഫാത്തിമ, ബിജു സോപാനം, സിദ്ധാർത്ഥ് പ്രഭു, സരിത ബാലകൃഷ്ണൻ, ആക്ട്രസ് സീനത്ത്, ബിബിൻ ജോസ്, കൂടെവിടെ സീരിയൽ ഫെയിമായ ബിബിൻ ജോസ്, കൂടെവിടെ സീരിയലിലെ തന്നെ നിഷ, സൂപ്പർ മാവ, അങ്ങനെ തുടങ്ങി ഈ ലിസ്റ്റ് നീളുകയാണ്. ഇവരൊക്കെയാണ് ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തുന്നു എന്ന ഒരു 80% റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ പ്രഡിക്ഷനാണിത്. ഇത് ഏകദേശം ഉറപ്പായിരിക്കും. കാരണം ജൂലൈയിൽ തന്നെ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യം തന്നെ ആയിരിക്കും ബിഗ് ബോസ് ആരംഭിക്കുക എന്നൊരു വാർത്തയാണ് എത്തുന്നത്. ഓണത്തിന് മുന്നേ, ഓണത്തോടെ നമ്മുടെ തിരുവോണത്തിനെല്ലാം ബിഗ് ബോസ് നമ്മുടെ വീട്ടിൽ ഒരു സൽക്കാരം ഒരുക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല മോഹൻലാലിന് കുറേ പരിപാടികൾ ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഈ ബിഗ് ബോസിന്റെ ഷൂട്ടിങ്ങും ബിഗ് ബോസിന്റെ കാര്യങ്ങളും കുറച്ച് നീക്കി വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ബിഗ് ബോസിൽ ഇത്തവണ കോമണേഴ്സ് ആയിട്ട് ഒരാളല്ല, 2 പേരല്ല, 4 പേരാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. എന്താണെങ്കിലും 16 മത്സരാർത്ഥികൾ അല്ലെങ്കിൽ 16 17 മത്സരാർത്ഥികൾ ഉള്ളതിൽ ആരൊക്കെയായിരിക്കും ബിഗ് ബോസിൽ ഇത്തവണ എത്തുന്നത്, ആരായിരിക്കും ബിഗ് ബോസിന്റെ വിജയ കിരീടം എടുക്കുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം 2 തവണ ദിൽഷയും അനുമോളും ബിഗ് ബോസിന്റെ വിജയ കിരീടം നേടി സ്ത്രീകൾക്കും വിജയ കിരീടം എത്തും എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ആരായിരിക്കും ബിഗ് ബോസിലേക്ക് വരുന്നത് എന്നൊരു ആകാംക്ഷ തന്നെ എല്ലാവർക്കും ഉണ്ട്. ആരായിരിക്കും ജയിക്കുക? ഇൻഫ്ലുവൻസർ ആയിരിക്കുമോ, സീരിയൽ നടിയായിരിക്കുമോ, സിനിമാ താരമായിരിക്കുമോ, അങ്ങനെയൊക്കെ. ബിഗ് ബോസിൽ ഇത്രയും നാൾ വിജയിച്ചവർക്ക് ആർക്കും തന്നെ ഒരു നെഗറ്റീവും പുറത്ത് വന്നിട്ടില്ല. കാരണം ഇപ്പോൾ ബിഗ് ബോസ് വിജയിയായതിൽ മണിക്കുട്ടൻ, സാബുമോൻ, പിന്നെ അനുമോൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. രജിത് കുമാറിനൊക്കെ വിജയിയായില്ലെങ്കിൽ പോലും വളരെയധികം പേളിമാണി, രജിത് കുമാർ തുടങ്ങിയവരൊക്കെ വലിയ രീതിയിൽ തന്നെ ഫെയിം ഉണ്ടാക്കിയവരാണ്.